ഈ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ കുറവ് ഏറ്റവും അധികം മനസ്സിലാവുന്ന. ഇങ്ങനെ വിഷമാവസ്ഥയിൽപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ ഒരാശ്വാസമായിരുന്നു എനിക്കെൻ്റെ അമ്മ. എത്ര വലിയ വിഷമവും അമ്മയുടെ ഒരു തലോടലിൽ അമ്മ പരിഹരിച്ചു തരുമായിരുന്നു. ധാരാളം. ഇനി ഇതൊന്ന് വിളിച്ചു കേട്ടാ മതി. അത് കേൾക്കും. എന്നെ അമ്മയെന്നും വിളിക്കും, മൂർത്തി അച്ഛന്നും വിളിക്കും. അത് എന്നായിരിക്കടോ? ഇനി നമ്മൾ ജീവിക്കുന്നത് തന്നെ ഇവൾക്ക് വേണ്ടിയല്ലേ മൂർത്തി? അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാത്തിരിപ്പ. അച്ഛന്നും അമ്മയെന്നും വിളിക്കുന്നത് കേൾക്കാനുള്ള കാത്തിരിപ്പ്. ഈ സുന്ദരിക്ക് പല്ല് വരാനുള്ള കാത്തിരിപ്പ്. ഒന്ന് കമിഴ്ന്ന് വീഴുന്നത് കാണാനുള്ള കാത്തിരിപ്പ്. പിന്നെ സ്കൂള്, കോളേജ്. ഈ കാത്തിരിപ്പ മൂർത്തി ഇനിയുള്ള നമ്മുടെ ജീവിതം. പൊന്നുമണിയുടെ കല്യാണം അത് അടിച്ചു പൊളിച്ച് നടത്തണം. അതെ, ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയ മതി മൂർത്തി. ഇനി ചിന്തിച്ചാലേ അത് ആർഭാടമായി പോവും. അതെ, ഒപ്പിടാൻ വിളിക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ രണ്ടുപേരും വരേണ്ടി വരും. അത് കഴിഞ്ഞേ മോളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മതി. എന്നാ വരൂ, നമുക്ക് ഒപ്പിടാം. എല്ലാം ചെയ്തു വെച്ചപ്പോ തൃപ്തിയായല്ലോ. ആ സിഐക്ക് സംശയം തോന്നാഞ്ഞത് നിങ്ങളുടെ ഭാഗ്യോ? അതിനെനിക്കറിയാമോ നീ അയാളെ മുന്നിലാണ് പണ്ടാറടങ്ങി നിക്കണേന്ന്. അല്ലെങ്കിൽ വാ തുറന്ന് പറയണം. പിന്നെ തൊട്ടു മുന്നിൽ സിഐ ചോദ്യം ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ സിഗ്നൽ തരാൻ പോവല്ലേ? ആ അതിരിക്കട്ടെ, നിങ്ങൾ ആ കൊച്ചിനെ എന്ത് ചെയ്തു? കൊച്ചാ? യാത് കൊച്ച്? ആ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയ ശാരികയുടെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു എന്നാ ഞാൻ ചോദിക്കുന്നേ. നിനക്കെന്താടി ഭ്രാന്തായ? പറയട്ടാ തോന്നും കൊച്ചിനെ എന്റെ കയ്യിൽ വെച്ച് തന്ന പോലെയാണ് പറയണത്. ദേ കളിക്കാതെ സത്യം പറ. നിങ്ങളുടെ കൂടെ മറ്റാരോ ഉണ്ടായിരുന്നു, അവരെ അകത്തുനിന്ന് കുഞ്ഞിനെ എടുത്തത്. ഷേടാ, ഇത് വലിയ ശല്യായല്ല. എടി, ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ അവിടെ നിന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ടില്ല. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ കുഞ്ഞവിടെ ഇല്ലേ? ഇല്ല. ഈശ്വര, അപ്പൊ ആ പ്രതീക്ഷയും പോയാ? എടി, പിന്നെ കുഞ്ഞിനാരും കൊണ്ടുപോയി? എനിക്കറിയില്ല. നിങ്ങളെടുത്തില്ലെന്ന് ഉറപ്പാണോ? ഒറ്റക്കിറച്ചൊന്നുണ്ടല്ലോ. ഇനി ആ കൃഷ്ണൻകുട്ടിയുടെ അടുത്ത് ഞാൻ എന്ത് പറയും? എടി, ആ കാശ് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? ഇയാളല്ലെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ ആര് കൊണ്ടുപോയി? ഇല്ലല്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. കുഞ്ഞിനെ തട്ടിയെടുത്തതാണെന്ന് ആ സ്ത്രീ സമ്മതിച്ചോ? മാഡം, ആദ്യം ആ കുഞ്ഞ് നമ്മുടെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതിയല്ലോ. എവിടെയാ അവര്? വരൂ. ദാ. ഇതാണോ നിങ്ങൾ പറഞ്ഞ കുട്ടി? അതെ മാഡം. ഇതല്ല കുഞ്ഞ്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. ഈശ്വര, ഞാൻ ഇനി ശാരികേച്ചിയോട് എന്താ പറയാ? ഇവിടെ എത്തുന്നത് വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാഡം, അന്നത്തെ ദിവസം അവിടെ നിന്ന് ഒരാൾ ഓടിപ്പോയിന്നല്ലേ പറഞ്ഞത്? CCTV ഫുട്ടേജിൽ സംശയാസ്പദമായി ഒന്നും കിട്ടിയിട്ടുമില്ല. പിന്നെ നിലവിലുള്ള മോഷ്ടാക്കളുടെ ലിസ്റ്റ് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. മാച്ചിങ് ആയി തോന്നുന്നവന്മാരെയൊക്കെ പൊക്കിയെടുത്ത് ഒരു ചോദ്യം ചെയ്യലൂടി നടത്തി നോക്കാം. എന്തെങ്കിലും ഒരു തുമ്പ് കാണാതിരിക്കില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. പ്രവർത്തിച്ച് കാണിക്കുക, എന്നാലല്ലേ റിസൾട്ട് ഉണ്ടാവും. ഓ, സമയം കഴിയുന്തോറും കുട്ടിയെ കണ്ടെത്താനുള്ള നമ്മുടെ വഴികൾ ഓരോന്നായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മാഡം, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും
തമിഴന്മാർ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അത് മേഡത്തെ വിളിച്ച് അറിയിക്കാം. ശരി, നോക്കട്ടെ പോലീസിന്റെ മിടുക്ക്. മേഡം, ശിവ, മോളുടെ വിവരങ്ങളൊന്നും കിട്ടാതെ ഞാൻ എങ്ങനെയാ ശാരികച്ചെ ഫേസ് ചെയ്യാ? മോളെ കാണണമെന്ന് പറഞ്ഞ എനിക്ക് എന്ത് മറുപടിയാ കൊടുക്കാൻ പറ്റുക? എനിക്ക് സംശയം ആ ശാന്തയെ തന്നെയാ. ശാന്തയുടെ പരിഭ്രമത്തിലും സംസാരത്തിലും ആ ഫോൺ വരവിലും ഒക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹേ, അവരെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. അമ്മയോടൊപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോഴൊരു ചോദ്യം കിടക്കുക. ആര്, എന്ത്, എവിടെ നിന്നാ ചതി വന്നിരിക്കുന്നെ? ഒരു മുഖവും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. ഈ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ കുറവ് ഏറ്റവും അധികം മനസ്സിലാവുന്ന. ഇങ്ങനെ വിഷമാവസ്ഥയിൽപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ ഒരാശ്വാസമായിരുന്നു എനിക്ക് എൻ്റെ അമ്മ. എത്ര വലിയ വിഷമവും അമ്മയുടെ ഒരു തലോടലിൽ അമ്മ പരിഹരിച്ചു തരുമായിരുന്നു. ഇതിപ്പോ എനിക്കെന്റെ വീട്ടിലേക്ക് പോലും ഒന്ന് ചെല്ലാൻ തോന്നുന്നില്ല. തീർത്തും ഒറ്റപ്പെട്ടതുപോലെ. എനിക്കറിയാം, ഇതിന്റെ എല്ലാം അവസാനം വലിയൊരു കുറ്റപ്പെടുത്തലിന് ഞാൻ മറുപടി പറയേണ്ടി വരും. അതിനു മുമ്പ് കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. എവിടെയാണെങ്കിലും അവളെ കണ്ടെത്തണം. കണ്ടെത്തിയേ ഒക്കൂ. ശാലിനി, താനിങ്ങനെ തളർന്നാലോ? തന്റെ ഒറ്റ ബലത്തിലാ തന്നെ ആശ്രയിക്കുന്നവരെല്ലാവരും കഴിയുന്നത്. താനെന്ന ന്യൂക്ലിയസിന് ചുറ്റും ചുമ്മാ പറന്നു നടക്കാനേ അവർക്കൊക്കെ കഴിയൂ. ചൊക്കാൻ പിടിക്കാൻ തനിക്കേ പറ്റൂ. ആ താനിങ്ങനെ തളർന്നാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്തു വന്നാലും നേരിടണം. ഒരു ജില്ല ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഒരുപാട് ജീവിതങ്ങൾ ഓരോ ദിവസവും കാണുന്നുമുണ്ട്. അവനവന്റെ മനോവീര്യം തകർന്നു പോയാൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? ഹലോ, ആ, ഞാൻ ഉടനെ എത്താം. ഓഫീസിലേക്കല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവിടെ ചെന്നിരുന്ന അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പോലീസിന്റെ കോളിംഗ് വരും. മോളെ കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്. പിന്നെ ഞാൻ എന്റെ വഴിക്കും തിരിയുന്നുണ്ടല്ലോ. നമുക്ക് കണ്ടുപിടിക്കാം. ആ, ഉറപ്പ്.